അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞു. ഇവിടെ വൻ തണുപ്പാണ് ഗൈസ്. കൈയും കാലെല്ലാം വേദനിക്കാൻ പോലത്തെ തണുപ്പാണ്. വേഗം ഷൂസൊക്കെ അടിച്ച് പുറത്ത് വെച്ചിട്ട് ടെൻറ്റ് കയറാൻ പോവാണ്. ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ കിട്ടി രാത്രി അത് വെച്ചും രണ്ടും നിറച്ചു. 2 ഫ്ലാസ്കിലും ചൂടുവെള്ളം കിട്ടി. ചൂടെന്ന് വെച്ചാൽ വലിയ ചൂടൊന്നുമില്ല, അത്യാവശ്യം ചൂട്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ വി ആർ ഗോണ സ്ലീപ്. എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ വിചാരിക്കായിരിക്കും ഇതിന്റെ കഴപ്പായിരുന്നു വന്നത്, പക്ഷെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആക്ച്വലി നമ്മൾ വീട്ടിൽ നമ്മളിപ്പോ കംഫർട്ട് സോണിലാണ്. പക്ഷെ നമ്മള് ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്ത് വരണം. പുറത്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വീട്ടിൽ റൂമിലാണ് കിടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ടെന്റില് ചുറ്റും മഞ്ഞ് മല, അതിന്റെ ഇടയിൽ സ്ലീപ്പിംഗ് ബാഗ്. ഞാനൊക്കെ സാധ്യത സ്ലീപ്പിംഗ് ബാഗ് കിടക്കാൻ പോകുന്നത്. ആണോ? ആ, അങ്ങനെ ഒരു അവസ്ഥയാട്ടോ. ഇത് ഭയങ്കര നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബാക്കി രാവിലെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് ആണോന്ന് അറിയില്ല. 7:35 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തെങ്കിലും പരിപാടി നോക്കാം. ഉണ്ടെങ്കിൽ വിളിക്കാം. ആരും വിളിക്കാം, ഓഡിയൻസിന്. ഓ, അപ്പൊ അങ്ങനെ നമ്മൾ ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് നമുക്ക് മനസ്സിലായി. ഒരു പഴയ ബാറ്ററി ഒരെണ്ണം കേടായിരുന്നു, മറ്റു 2 ഓക്കെ ആയിരുന്നു. വേറെ വെച്ചാൽ നമുക്ക് 2 റെഡി ആയിട്ടുണ്ട്. 2 കത്തിയിട്ടുണ്ട്. ഈ ദിവ്യ വിളിച്ചുമാണ് നമുക്ക് ഇനി രാത്രി ടോയ്ലറ്റിൽ പോകാനും അതുപോലെ തന്നെ ഇതിട്ട് വെച്ചാൽ ഡേഞ്ചർ എന്ന് പറഞ്ഞപ്പോ അല്ല, നമുക്ക് സബ്മിറ്റ് പോകുമ്പോ മറ്റേത് കത്തിക്കാം, വെള്ളം കത്തിക്കാം. ചുമ നമുക്ക് ഭയങ്കര അത്യാവശ്യം വയലന്റ് മോഡാണെങ്കിൽ നമ്മൾ ചുമല ഇട്ടോണ്ട് പോകണം, സൈലന്റ് മോഡാണെങ്കിൽ വെള്ളം ഇട്ടോണ്ട് ഇതിനിടയ്ക്ക് വിവേകിന്റെ പാന്റിന്റെ വള്ളി ഉരിപ്പോയി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വള്ളി ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് വിവേകിനെ. കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഇത് ഇടാൻ. ഓൾമോസ്റ്റ് പകുതിയായി, എന്നാലും ഇടാം, കുഴപ്പമില്ല. 11 രണ്ടാമതും ടോയ്ലറ്റിൽ പോയി. ഹെഡ് ഔട്ട്സ് ഒക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞാൻ കേട്ടട്ടെ. ഏതായാലും ഇവിടെ ലൈറ്റൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ ടോർച്ച് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വെട്ടവും ഇല്ല ഇവിടെ. കറണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ഉള്ള വെട്ടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോണം. ടോർച്ചിൻ്റെ ബാറ്ററിന് എത്ര നേരം നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 3/4 മണിക്കൂറായിട്ട് ശ്രീരാജ് ട്രൈ ചെയ്തിട്ട് നടക്കാത്തതുകൊണ്ട് അർഫാനത്താത്ത പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. അർഫാനത്താത്ത സിമ്പിൾ ആയിട്ട് കയറ്റി പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാ സേഫ്റ്റി ഉണ്ടോ. സേഫ്റ്റി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴേ കയറ്റൂലേ. ആ സ്റ്റിച്ച് ഉള്ളത് നമുക്ക് കയറ്റാൻ പറ്റാതെ എന്നാലും പുള്ളി സ്റ്റിച്ച് ഉള്ളത് കയറ്റി തരുന്ന പറയുന്നത്. കയറ്റി കഴിഞ്ഞാൽ അർഫാനയ്ക്ക് 1 മില്യൺ കഴിക്കത്തില്ലല്ലോ. എന്നാ ചായ കട്ടൻ ചായ കയറ്റിയ സ്റ്റിച്ചിന്റെ അവിടെ ഞാൻ ഒത്തിരി കേട്ടോ. അവിടെ തട്ടിക്കൊണ്ടിരിക്കുന്നവര് കയറ്റു. ആണോ? അതിന്റെ ഒരു ടെക്നിക്ക് എന്താ അതെനിക്ക് പറഞ്ഞ ഇല്ല, അത് പുറത്തു പറയൂല. ചെയ്ത് എന്താ ട്രേഡ് സീക്രട്ട്. കൊച്ചിയിൽ കൊതുകിനെ കൊല്ലുന്ന പണിയായിരുന്നു ആശാനയുടെ വാതിൽക്കൽ. അതെ, ആ നാക്ക് വേണം. കണ്ട, കൊതുകിനെ പയ്യനൊക്കെ കൊല്ലുന്നായിരുന്നു ഇവളുടെ മെയിൻ ജോലി. മോനെ, ഷീ സം സോർട്ട് ഓഫ് പ്രൊഫഷണൽ. കഴിഞ്ഞു പൊക്കി അടിച്ച് തലമേളിൽ ഓൾമോസ്റ്റ്. എവിടെ നിക്കോളാസ് വിശ്വസിച്ചുണ്ടാവില്ല ഇവിടെ ഡിവോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ലേ ഞാൻ വിശ്വസിച്ച് പറഞ്ഞപ്പോ ഭയങ്കര വിശ്വസിക്കാം. എന്റെ മണ്ട ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ചുമ്മാ ആക്കി പറഞ്ഞല്ലേ. ഞാൻ ശരിക്കും വിശ്വസിച്ചോ. പുള്ളിക്കാർ ലെസ്സാന്ന് ഓൾറെഡി പറഞ്ഞല്ലേ. അയ്യോ ശരിയാണല്ലോ. ലെസ് ആയതുകൊണ്ട് കേക്ക് മുറിച്ചിരിക്കും. മഴവില് ലെസ്സല്ലേ, ഒന്നുമല്ല, അസെക്ഷലാണ്. അത് വിശ്വസിച്ച ഗൈസ്, അവസാനം വളരെ കഷ്ടപ്പാടുകൾ സാഹസികമായി ശ്രീരാജിന്റെ ആരോ വരുന്നു. സ്ഥലമുണ്ട്, ഉണ്ടാക്കാം. അവസാനമായിട്ട് അവസാനം 2 വള്ളിയും 2 കിടുങ്ങാപ്പും പുള്ളിക്കാരി പുറത്തെടുത്തിരിക്കുകയാണ്. എനിക്ക് നാളെ മുതൽ പാൻറ്റൂരി പോവാതെ എന്തൊക്കെ പറയുന്നു വാക്കുകൾ. വിവേകം വലിച്ചേറ്റി കൊണ്ടുവന്ന പാൻറ്റാണ് ഈ കിടുങ്ങാപ്പ്. ഇത് എന്താ നാടയോ? അത് വള്ളി അത് വള്ളി. ഈ സാധനം പ്ലാസ്റ്റിക് പീസ് ഇല്ലേ, ഇതാണ് കിടുങ്ങാപ്പ്. സാല കമോൺ, സഹൽ അബ്ദുൽ സമദ്. വിജയാശംസകൾ. നിങ്ങൾ തോറ്റിരിക്കുകയാണ് മിസ്റ്റർ. ഇല്ല, മുക്കാലും ആക്കിയ ഞാനാണ്. ബാക്കി ഒരു അറബനാക്കിയുള്ളൂ കേട്ടോ. ഓക്കെ.